നമസ്കാരം. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നമ്മുടെ തിരുവനന്തപുരത്ത് ISROയിലേക്ക് ഏതാണ്ട് 100-ലധികം ഒഴിവുകളിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അപേക്ഷ കാത്തിരിക്കൊന്നും വേണ്ട. ഡയറക്റ്റ് ആയിട്ട് വോക്ക് ഇൻ ചെയ്തുകൊണ്ട് പരീക്ഷയില്ലാതെ ഇന്റർവ്യൂയിലൂടെ തന്നെ ജോലിയിലേക്ക് എത്താവുന്ന അവസരങ്ങൾ. അതല്ലെങ്കിൽ ലുലു ഗ്രൂപ്പ് വിദേശത്തേക്ക് ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് 17ഓളം വിവിധ തസ്തികകളിൽ ഒട്ടനവധി ഒഴിവുകളിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ്. ഇതിനും അപേക്ഷ കാത്തിരിക്കൊന്നും വേണ്ട. ഡയറക്റ്റ് വോക്ക് ഇൻ ഇന്റർവ്യൂയിലൂടെ എത്താവുന്ന അവസരങ്ങളാണ്. TCS ടാറ്റ ഗ്രൂപ്പിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ IT കമ്പനിയാണ്. TCSൽ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ, പുതിയ അവസരങ്ങൾ, അത് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ അധ്യാപകർക്കുള്ള ചില അവസരങ്ങൾ, ഇതൊന്നും കൂടാതെ അക്കൗണ്ട്സ്, ഫൈനാൻസ് മേഖലയിൽ നിന്നുള്ളവർക്കൊക്കെയുള്ള അവസരങ്ങൾ, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. തൊഴിലവസരങ്ങൾ വിശദമാക്കുന്നതിന് മുമ്പായിട്ട് ഈ ഡിഗ്രിയും PGയും ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുറഞ്ഞ ചെലവിൽ ഓൺലൈനിലൂടെ പഠിക്കുവാനുള്ള ഒരു അവസരം ഞാൻ ഇന്ന് സൂചിപ്പിക്കാം. 2021 മുതൽ UGC ചില സെലക്റ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾക്ക് ഓൺലൈനിലൂടെ ഡിഗ്രിയും PGയും ഒക്കെ ഓഫർ ചെയ്യുവാൻ അനുവാദം നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില യൂണിവേഴ്സിറ്റികളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അമൃത നമ്മുടെ കേരളത്തിലൊക്കെ പ്രവർത്തനമുള്ള യൂണിവേഴ്സിറ്റിയാണ്. അതല്ലേ ജെയിൻ, എനപ്പോയ പോലെയുള്ള യൂണിവേഴ്സിറ്റികൾ. ഇവരുടെ വിവിധ ഡിഗ്രി പ്രോഗ്രാമുകൾ, ഉദാഹരണത്തിന് BBA, BCA, BBA, BCom, അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ, MBA, MCA, MCom പോലെയുള്ളവയൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ പഠിക്കുവാനായിട്ട് കഴിയും. ക്ലാസ്സുകൾ കൂടുതലും വീക്കെൻഡ്സിലായിരിക്കും. അതും വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കും ഒക്കെ ഇത് പഠിക്കുവാനായിട്ട് കഴിയും. താരതമ്യേന ഫീസ് കുറവായിരിക്കും. എന്ന് മാത്രമല്ല പരീക്ഷ പോലും ഓൺലൈനിലൂടെ ആയിരിക്കും. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എഴുതാൻ പറ്റും. ഈ എനപ്പോയ പോലെയുള്ള യൂണിവേഴ്സിറ്റികളിലെ ഡിഗ്രി പ്രോഗ്രാം ഒക്കെ 18,000 രൂപ ഫീസിൽ, അത്ര ചെറിയ ഫീസിൽ പഠിക്കുവാനായിട്ട് പറ്റും. ജെയിനിന്റെയും അമൃതയുടെയും ഒക്കെ ഈ റെഗുലർ പഠനത്തെക്കാൾ വളരെ ചെലവ് കുറഞ്ഞ് പഠിക്കുവാനായിട്ട് പറ്റും. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുവാനായിട്ട് ഇവിടെ നൽകിയിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഒരു സ്പെഷ്യൽ സ്കോളർഷിപ്പ് ഡിസ്കൗണ്ട് ഒപ്പം ലഭ്യമാകുന്നതിനുള്ള അവസരങ്ങളുണ്ട്. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ അധികൃതരിൽ നിന്ന് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ അറിയാം എന്നാണ് സൂചിപ്പിക്കുന്നത്. ആദ്യം ഞാൻ അക്കൗണ്ട്സ്, ഫൈനാൻസ് മേഖലയിൽ നിന്നൊക്കെ ഉള്ളവർക്ക് ലഭ്യമായിരിക്കുന്ന ഒരവസരം ഒന്ന് സൂചിപ്പിക്കാം. മുത്തൂറ്റ് ഫിൻകോപ്പ് ലിമിറ്റഡ്, ഈ കമ്പനിയിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ്, ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ മെയ് 7-ാം തീയതി നടക്കുന്നുണ്ട്. ക്രെഡിറ്റ് ഓഫീസർ ഓപ്പറേഷൻസ് എന്ന തസ്തികയിലാണ് ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ. ഒട്ടനവധി ഒഴിവുകൾ ലഭ്യമാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട ഈ ജില്ലകളിലൊക്കെ ആയിരിക്കും ഓപ്പണിങ്സ് ഉള്ളത്. ഫ്രഷേഴ്സിന് അപേക്ഷിക്കാം. അതിൽ തന്നെ BCom വിത്ത് 60% മാർക്സ് ഉള്ളവർ, അല്ലെ MCom, അതല്ലെങ്കിൽ MBA ഫൈനാൻസുകാർ, അല്ലെ ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ നിന്നൊക്കെ ഉള്ളവർക്ക് ഈ വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ഫ്രഷേഴ്സിനും പങ്കെടുക്കാം. 27 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 3 lakh വരെ ആയിരിക്കും ഇതിന്റെ പേ പാക്കേജ് ലഭ്യമാവുക. അപ്പോൾ താല്പര്യമുള്ളവരെ മെയ് 7-ാം തീയതി, ആദ്യം ഇവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറൊക്കെ ഞാൻ നൽകിയിട്ടുണ്ട്. മെയ് 7-ാം തീയതി ഈ മുത്തൂറ്റ് ഫിൻകോപ്പറിന്റെ കൊച്ചി ലൊക്കേഷനിലേക്ക് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. ഇതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് jobsbridge.com എന്ന നമ്മുടെ സൈറ്റിൽ പോയിട്ട് മുത്തൂറ്റ് ഫിൻകോപ്പർ എന്ന് സെർച്ച് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അല്ലെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. ഇനി നമുക്ക് അടുത്ത അവസരം ഒന്ന് പരിശോധിക്കാം. അടുത്ത അവസരം TCSലാണ്. TCS എന്ന് പറഞ്ഞാൽ ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഒരു IT ഡിവിഷനാണ്. ലോകത്തെ തന്നെ വാല്യുവേഷനിൽ പ്രമുഖ കമ്പനിയാണ്. ഇന്ത്യയിലെ നമ്പർ 1 IT കമ്പനിയാണ് TCS എന്നുള്ളത്. TCSൽ കുറേ റിക്രൂട്ട്മെന്റുകൾ അടുത്ത സമയത്ത് അനൗൺസ് ചെയ്തിരുന്നു. അതെല്ലാം നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന, പ്രത്യേകിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ ലഭ്യമായിരിക്കുന്ന ഒരു അവസരം ഞാനൊന്ന് സൂചിപ്പിക്കാം. TCS അറ്റ്ലസ് ഹയറിംഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മികച്ച പേ പാക്കേജ് 8 lakh per annum വരെ ശമ്പളമുള്ള അവസരങ്ങളാണ് ഇവിടെ ലഭ്യമായിരിക്കുന്നത്. എന്താണ് ഇതിന്റെ എലിജിബിലിറ്റി എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. MSc, അത് മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സുകാർ, അല്ലെ MA എക്കണോമിക്സുകാർക്കൊക്കെയാണ് ഈ അറ്റ്ലസ് ഹയറിംഗ് ലഭ്യമായിരിക്കുന്നത്. മറ്റ് ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവർക്ക് ലഭ്യമായിരിക്കുന്ന മറ്റ് ഹയറിംഗ് NQT ഉണ്ട്, നിഞ്ഞ ഉണ്ട്, അങ്ങനത്തെ പല ഹയറിങ്ങിനെ കുറിച്ച് നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ MSc മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്, അല്ലെ MA എക്കണോമിക്സുകാർ, അത് 2024 പാസ് ഔട്ട് ആകാൻ പോകുന്നത് ഇപ്പോഴത്തെ ഫൈനൽ ഇയറുകാർക്കായിരിക്കും ഈ ഒരു അവസരം ലഭ്യമായിരിക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് മെയ് 17-ാം തീയതി വരെ അപേക്ഷിക്കാം. ഇതിന്റെ ടെസ്റ്റ് ജൂൺ 17-നായിരിക്കും.
അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വിവരം വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ആദ്യം പോകേണ്ടത് ഇവരുടെ TCSൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടലുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരല്ലെങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യുമ്പോൾ അവിടെ IT എന്ന ഓപ്ഷൻ ആയിരിക്കണം എടുക്കേണ്ടത്. IT ഉണ്ട്, BPS ഉണ്ട്. IT എന്ന ഓപ്ഷൻ എടുത്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്ലൈ ഫോർ ഡ്രൈവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. എന്നിട്ട് അപ്ലൈഡ് ഫോർ ഡ്രൈവ് എന്ന് കാണുമ്പോഴാണ് നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തത് ആകുക. ഓർക്കും അവിടെ ഒരു ഇൻ സെൻറ്റർ ഓപ്ഷൻ കൊടുക്കേണ്ട ഒരെണ്ണം കാണും. അതായത് നിങ്ങൾ എവിടെയായിരിക്കും പരീക്ഷ എഴുതേണ്ടത് എന്നുള്ള ഒരു ഓപ്ഷനാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത് TCSൻ്റെ സെൻറ്റേഴ്സിൽ വെച്ചായിരിക്കും. TCSൻ്റെ ഈ കമ്പ്യൂട്ടർ അധിഷ്ഠിത സെൻറ്റേഴ്സ് മിക്കവാറും എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള സെൻറ്റർ ഐഡൻറ്റിഫൈ ചെയ്ത് അത് വേണം ഇൻ സെൻറ്റർ ആയിട്ട് നൽകാൻ. അപ്പോൾ അവിടെ പോയിട്ടായിരിക്കും പരീക്ഷ എഴുതേണ്ടത്. ജൂൺ 17 ആയിരിക്കും പരീക്ഷ. മെയ് 17 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. 60% മാർക്ക് വേണം, അരിയർ കാണില്ല എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ TCS അറ്റ്ലസ് ഹയറിങ്ങിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് പരിശോധിക്കുക. അപേക്ഷിക്കേണ്ട അവസാന തീയതി 17 മെയ് 2024. ഇനി ഞാൻ യൂസഫ് അലിയുടെ ലുലു ഗ്രൂപ്പിൽ വിദേശത്തേക്ക് ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങളൊന്ന് സൂചിപ്പിക്കാം. ഓർക്കുക, ഇത് വിസ ഫ്രീ ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പണച്ചെലവില്ലാതെ ലുലു ഗ്രൂപ്പിൽ വിദേശത്ത് ജോലി നേടുവാനുള്ള അവസരമാണ്. അപേക്ഷ കാത്തിരിക്കൊന്നും വേണ്ട, ഡയറക്റ്റ് വോക്ക് ഇൻ ചെയ്തുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്താം. 17ഓളം വിവിധ തസ്തികകളിലേക്കാണ് ഈ വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത്. ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന പോലെ അക്കൗണ്ടന്റ് MCOMകാർക്ക് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. IT സപ്പോർട്ട് സ്റ്റാഫ്, ഇത് BCA അല്ലെ 3 ഇയർ ഡിപ്ലോമ ഇൻ IT കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് കാണണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സെയിൽസ്മാൻ, കാഷ്യർ, ഇതൊക്കെ +2 ഒക്കെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള എക്സ്പീരിയൻസ് മിനിമം 2 ഇയർ എങ്കിലും ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇതുകൂടാതെ ബേക്കർ, കൺഫെക്ഷണർ, കുക്ക്, ബുച്ചർ, ഫിഷ് മോങ്ങർ അതായത് ഇറച്ചി വെട്ടുകാർ, മീൻ വെട്ടുകാർ, അതിലെ ടൈലർ, സെക്യൂരിറ്റി, ഇലക്ട്രീഷ്യൻ, ആർട്ടിസ്റ്റ്, ഗ്രാഫിക് ഡിസൈനർ, സ്നാക്ക് മേക്കർ, ഷവർണ, സാൻഡ്വിച്ച് മേക്കർ, സാലഡ് മേക്കർ, ഇങ്ങനെയുള്ള തസ്തികളിലൊക്കെ അവസരങ്ങളുണ്ട്. 3 ഇയേഴ്സ് എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ അവസാനം പറഞ്ഞ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയുക. അപ്പോൾ നിങ്ങൾക്ക് ഈ അവസരങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ ലുലു ഗ്രൂപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കാലിക്കറ്റ്, കോഴിക്കോട് 14 മെയ്യിലും തൃശ്ശൂർ 16 മെയ്യിലുമാണ് ഇത് നടക്കുന്നത്. കോഴിക്കോട് നടക്കുന്നത് സുമംഗലി ഓഡിറ്റോറിയം, പന്നിയങ്കര. തൃശ്ശൂർ നടക്കുന്നത് ലുലു കൺവെൻഷൻ സെൻറ്റർ, ഹയാത്തിൻ്റെ പുഴക്കൽ. അപ്പോൾ ഇവിടെ 14, 16 തീയതികളിൽ വോക്ക് ഇൻ ചെയ്തുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്താം. ഓർക്കുക, നിങ്ങൾ വോക്ക് ഇൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബയോഡേറ്റ, ഫോട്ടോ, അതുപോലെ പാസ്പോർട്ടിൻ്റെ ഒക്കെ ഒറിജിനൽ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ ഒക്കെ ആയിട്ട് വേണം പങ്കെടുക്കുവാൻ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സിനായിരിക്കും ഈ ഒരു അവസരങ്ങൾ. ഒട്ടനവധി ഒഴിവുകളുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ലുലു ഗ്രൂപ്പിലെ വിദേശ അവസരങ്ങളിലേക്ക്, ഗൾഫിലേക്കൊക്കെ ലഭ്യമായിരിക്കുന്ന ഈ അവസരങ്ങളിലേക്ക് എത്തുവാൻ താല്പര്യപ്പെടുന്നവർ, ഇതിനൊക്കെ കൂടുതൽ വിവരങ്ങൾ jobsbridge.com എന്ന നമ്മുടെ സൈറ്റിലുണ്ട്. അല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അവരെ കോൺടാക്ട് ചെയ്ത് ഉറപ്പാക്കിയതിന് ശേഷം വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. ISROയിലൊക്കെ അവസരങ്ങളിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് അധ്യാപകർക്ക് ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. ചിന്മയ വിശ്വവിദ്യാപീഠ്, ഇത് നമ്മുടെ എറണാകുളത്ത് വെള്ളിയനാട് വരുന്ന ഒരു വളരെ പ്രമുഖമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്, ഒരു ഡീം ടു ബി യൂണിവേഴ്സിറ്റിയാണ്. ഇവിടേക്ക് അധ്യാപകരുടെ ഫാക്കൽറ്റി റിക്രൂട്ട്മെന്റിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലായിരിക്കും അവസരങ്ങളുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റാ സയൻസ്, സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ മേഖലകളിൽ, അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ലൈഫ് സയൻസ്, സൈക്കോളജി, സാൻസ്ക്രിറ്റ്, കൊമേഴ്സ്, മാനേജ്മെന്റ്, ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിലൊക്കെ അധ്യാപകരുടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ആൻഡ് മാത്സ് ടീച്ചേഴ്സിന്റെ റിക്രൂട്ട്മെന്റ് ഉണ്ട്. ഇതൊന്നും കൂടാതെ അനധ്യാപകരുടെ പ്ലേസ്മെന്റ് ഓഫീസർ, പ്ലേസ്മെന്റ് ട്രെയിനർ, സോഫ്റ്റ് സ്കിൽ ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനർ, ലാബ് അസിസ്റ്റന്റ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള തസ്തികകളിലും അവസരങ്ങളുണ്ട്. അപ്പം ഈ ഒരു അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ താല്പര്യപ്പെടുന്നവരെ മെയ് 11 അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിലുണ്ട്, അവിടെ പോയി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് ISROയിൽ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങളൊന്ന് പരിശോധിക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസിൻ്റെ കീഴിൽ ISROൻ്റെ കീഴിലാണ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ, നമ്മുടെ തിരുവനന്തപുരം. അവിടേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. സെലക്ഷൻ ഡ്രൈവ് ഓഫ് അപ്രന്റീസ്, ട്രെയിനീസ്,
എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബിടെക് അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഡിപ്ലോമ ഇതൊക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ സ്റ്റൈഫൻഡ് ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും 9,000 റുപ്പീസാണ് ഇതിൻ്റെ സ്റ്റൈഫൻഡ്. അത് ഗ്രാജുവേറ്റ് അപ്രന്റീസ്ഷിപ്പ് തസ്തികയിലുള്ളവർക്ക്. ഇനി ടെക്നീഷ്യൻ അപ്രന്റീസ് തസ്തികയിൽ 8,000 റുപ്പീസ് ആയിരിക്കും പ്രതിമാസ സ്റ്റൈഫൻഡ്. ഈ ഗ്രാജുവേറ്റ് അപ്രന്റീസ് എന്ന് പറഞ്ഞാൽ ബിടെക്കുകാർക്കും ഡിപ്ലോമക്കാർക്കാണ് ടെക്നീഷ്യൽ അപ്രന്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. ആ വേക്കൻസി ഒക്കെ ഞാൻ സൂചിപ്പിക്കാം. 100-ലധികം ഒഴിവുകളുണ്ട്. അതിന് മുമ്പായിട്ട് ഓർക്കുക, ഈ അവസരങ്ങൾക്ക് നിങ്ങൾ കാത്തിരിക്കേണ്ട. നിങ്ങൾക്ക് നേരിട്ട് വോക്ക് ഇൻ ചെയ്ത് ഇതിലേക്ക് എത്താനായിട്ട് സാധിക്കും. വോക്ക് ഇൻ്റർവ്യൂ നടക്കുന്നത് 8-ാം തീയതി മെയ് ബുധനാഴ്ചയാണ്. 9:30-ക്കും 5 മണിക്കും ഇടയ്ക്ക് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. എങ്ങോട്ടേക്കായിരിക്കും വോക്ക് ഇൻ ചെയ്യേണ്ടത്? VSSCയുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, ATF ഏരിയ, വേളി പള്ളിക്ക് സമീപത്തായിട്ട് തിരുവനന്തപുരത്ത് VSSCയുടെ ഗസ്റ്റ് ഹൗസ്. അവിടേക്ക് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം, നിങ്ങൾ 2020 മുമ്പ് ഡിഗ്രിയോ ഡിപ്ലോമയോ കിട്ടിയവരോ, അതല്ലെങ്കിൽ ഇപ്പോൾ ഫൈനൽ ഇയറിൽ പരീക്ഷയൊക്കെ എഴുതാൻ പോകുന്നവരോ, അതല്ലെങ്കിൽ ഓൾറെഡി ME MTech പോലെയുള്ള PG പഠിക്കുന്നവരോ അപേക്ഷിക്കേണ്ടതില്ല. അപ്പോൾ 2020 കഴിഞ്ഞിട്ട് ഡിഗ്രി ഡിപ്ലോമ കിട്ടിയവരായിരിക്കണം. എന്നാൽ ഇപ്പോഴത്തെ ഫൈനൽ ഇയറുകാർ ആവുകയും ചെയ്യില്ല. അതായത് 2021-ലും 2022-ലും 2023-ലും ഒക്കെ കഴിഞ്ഞവർക്കായിരിക്കും ഈ അവസരങ്ങളുള്ളത്. MTech ഒന്നും ഹയർ സ്റ്റഡി പഠിക്കുന്നവരാകില്ല എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഓൾറെഡി ഈ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിൽ അണ്ടർഗോൺ ചെയ്യാത്തവരാകണം എന്നും കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി അവസരങ്ങളെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം. അത് ഇവിടേക്ക് വന്നാലായിട്ട് കാണാൻ സാധിക്കും. ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിന് 21 ഒഴിവുകളുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 15 ഒഴിവുകളാണ്. മെറ്റലർജി എഞ്ചിനീയറിംഗിൽ 6 ഒഴിവുകളാണ്. ഇതിലേക്കൊക്കെ അപേക്ഷിക്കുവാനായിട്ട് 4 ഇയർ എഞ്ചിനീയറിംഗ് ഡിഗ്രി, അത് 65% മിനിമം മാർക്ക് ഉള്ളവർക്കായിരിക്കും അവസരങ്ങളുള്ളത്. ഇനി അതുകൂടാതെ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കേറ്ററിംഗ് ടെക്നോളജി 4 ഒഴിവുകളാണുള്ളത്. ഇതിന് 4 ഇയർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കേറ്ററിംഗ് ടെക്നോളജി കോഴ്സ് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ടവർക്ക് അപേക്ഷിക്കാം. ഇനി നോൺ എഞ്ചിനീയറിംഗ് കാൻഡിഡേറ്റ് ജനറൽ സ്ട്രീമിൽ 4 ഒഴിവുകളാണുള്ളത്. ഇവിടെ 60% മാർക്കോടെ ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇനി ടെക്നീഷ്യൻ വേക്കൻസികളുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയർ, കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 30 ഒഴിവുകളും കൊമേഴ്ഷ്യൽ പ്രാക്ടീസിൽ 19 ഒഴിവുകളാണുള്ളത്. ഇത് പോളിടെക്നിക് ഡിപ്ലോമക്കാർക്കുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കാണ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് എന്ന വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. 3 ഇയർ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, അത് കഴിഞ്ഞവർക്ക് 6.32 CGPA ഉണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് അവസരങ്ങളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇതാണ് 100-ലധികം ഒഴിവുകൾ ലഭ്യമായിരിക്കുന്നത്. പ്രായം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. 30/4/2024 പ്രകാരം, ഏപ്രിൽ 30-ാം തീയതി പ്രകാരം അൺറിസർവ്ഡ് കാറ്റഗറി 28 വയസ്സ് കഴിയല്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മറ്റ് കാറ്റഗറിയിലൊക്കെ റിലാക്സേഷൻ ഉണ്ട്. ഇത് ഗ്രാജുവേറ്റ് അപ്രന്റീസിനാണ്. ടെക്നീഷ്യൻ അപ്രന്റീസിന് 30 വയസ്സ് വരെയും, അതുപോലെ ടെക്നീഷ്യൻ അപ്രന്റീസ് ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് 26 വയസ്സ് വരെ ആയിരിക്കും ജനറൽ കാറ്റഗറിയിൽ ഏജ് ലിമിറ്റ്. ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവരുടെ ഈ നോട്ടിഫിക്കേഷനിൽ നൽകുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഇതിനെ അപേക്ഷിക്കാൻ ഞാൻ സൂചിപ്പിച്ചു. അപേക്ഷിക്കേണ്ടതില്ല, വോക്ക് ഇൻ ചെയ്തുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്താം. വോക്ക് ഇൻ ചെയ്യേണ്ട അഡ്രസ്സ് അതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. വോക്ക് ഇൻ ചെയ്യേണ്ടത് തിരുവനന്തപുരത്ത് വേളി പള്ളിക്ക് സമീപത്തുള്ള, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വോക്ക് ഇൻ ചെയ്യേണ്ട അഡ്രസ്സ് തിരുവനന്തപുരത്ത് വേളി പള്ളിക്ക് സമീപത്തുള്ള VSSCയുടെ ഗസ്റ്റ് ഹൗസിലേക്കായിരിക്കും. വോക്ക് ഇൻ ഡേറ്റ് 8-ാം തീയതി മെയ് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ സെലക്ഷനൊക്കെ നടക്കുക? ഇവിടെ ഞാൻ സൂചിപ്പിച്ചു, ടെസ്റ്റ് ഒന്നുമില്ല, ഇൻ്റർവ്യൂവിൻ്റെ ബേസിസിലായിരിക്കും. ഇൻ്റർവ്യൂ ഇല്ല, ആക്ച്വലി നിങ്ങളുടെ മാർക്കിൻ്റെ ബേസിസിൽ, നിങ്ങൾക്ക് ഡിഗ്രിക്കും ഡിപ്ലോമയ്ക്കും ഒക്കെ ലഭ്യമായിരിക്കുന്ന മാർക്കിൻ്റെ ബേസിസിലായിരിക്കും ഇവരുടെ സെലക്ഷൻ നടത്തുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവരുടെ ഈ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ ഒക്കെ ലിങ്ക്, വീഡിയോ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയി ക്ലിക്ക് ചെയ്ത് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഈ മെയ് 8-ാം തീയതി ഈ വോക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ട് ISROയിലെ ഈ മികച്ച അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ കൃത്യമായ വിവരങ്ങൾ അതായത് കമ്പനികളുടെ നോട്ടിഫിക്കേഷൻ പോയി വായിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ അധികൃതരെ കോൺടാക്ട് ചെയ്ത് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ മാത്രം മുന്നോട്ടേക്ക് പോവുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ ഇതേപോലെയുള്ള തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ ഇതായി വീഡിയോ കാണുന്ന പോലെ jobsbridge.com നമ്മുടെ ജോബ് സൈറ്റാണ്, അത് സന്ദർശിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.